ഹായ് ഫ്രണ്ട്സ്, മഴതോർ മുംബൈ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരണ്യ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. കുറെ നാളായി അലീന ചേച്ചിയെ കണ്ടിട്ട്. അങ്ങനെ ശരണ്യ അലീനയെ കാണാനായിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ആവശ്യം അമ്മയോട് തുറന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിനക്ക് അലീനയെ കാണുന്നുണ്ടെങ്കിൽ പനി മാറിയതിനു ശേഷം ഇങ്ങോട്ടേക്ക് അവൾ വരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അവരുടെ വീട്ടിലേക്കൊന്നും കയറി ചെല്ലാൻ മാത്രം ഒരു യോഗ്യതയും നമുക്കില്ല. അതൊക്കെ മോക്കറിയാവുന്ന കാര്യമല്ലേ. അവിടെ ഉള്ളവരൊക്കെ നമ്മളോട് എങ്ങനെ പെരുമാറുമെന്ന് പോലും പറയാൻ പറ്റില്ല മോളെ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നത് നല്ലത്. നമ്മൾ അങ്ങോട്ടേക്ക് പോയ വിവരം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. അതേ പിടിച്ചായിരിക്കും ഇനി ബാക്കിയുള്ളവരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്താൻ നോക്കുന്നത്. എന്തിനാ നമ്മൾ അതൊക്കെ ഒരു അവസരം വെച്ച് കൊടുക്കുന്നത്? അലീനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് നീ വിളിച്ച് പറഞ്ഞല്ലേ. ആ കൊച്ചിന് പനി പിടിച്ച് കിടക്കുന്നോണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്. എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ കൊച്ചി ഇങ്ങോട്ടേക്ക് വന്നോളും. അല്ലാതെ നമ്മളൊന്നും അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ നീ ഇങ്ങനെ നിരാഹാരം കിടന്നിട്ടും ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. നിന്റെ അച്ഛനും ആങ്ങളമാരും ഇതിനൊന്നും സമ്മതിക്കാൻ പോകുന്നുമില്ല. അവരെ ധിക്കരിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നീ വെറുതെ ഇങ്ങനെ വാശി കാണിക്കരുത്. എന്നിട്ട് നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശരണ്യ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അവള് പിടിച്ചു പിടിയാലെ അലീന ചേച്ചിയെ കണ്ടേ മതിയാവുള്ളൂ എന്ന് തന്നെ പറയുകയാണ്. അലീന ചേച്ചിയെ കാണാൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞ് എന്ത് പ്രശ്നം ഉണ്ടാകാനാ? അവിടെ ഉള്ളവരൊക്കെ നല്ലവരാണെന്നല്ലേ അലീന ചേച്ചി പറഞ്ഞിട്ടുള്ളേ. പിന്നെ അവിടെ ആര് പ്രശ്നം ഉണ്ടാക്കാനാ? അവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ലമ്മേ. ഞാൻ അലീന ചേച്ചിയെ കാണാൻ പോയാൽ അലീന ചേച്ചിക്കും അത് ഒരുപാട് സന്തോഷമാകും. അലീന ചേച്ചിയെ കാണുമ്പം എനിക്കും ഒരുപാട് സന്തോഷമാകും. എനിക്ക് അലീന ചേച്ചിയുടെ അടുത്ത് കുറേ സംസാരിക്കണം, കുറേ നേരം അലീന ചേച്ചിയുടെ അടുത്ത് ഇരിക്കണം. എങ്കിലേ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉള്ളൂ എന്നൊക്കെ തന്നെ ശരണ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരണ്യ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ പാവം ശരണ്യയുടെ അമ്മയ്ക്കും അവിടെ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. എത്ര പറഞ്ഞിട്ടും ശരണ്യ കേൾക്കുന്നില്ലല്ലോ. അവസാനം ശരണ്യയുടെ അച്ഛനോടും ആങ്ങളമാരോടും ഒക്കെ ഈ കാര്യം സംസാരിക്കുമ്പം എല്ലാവരും എതിർപ്പ് തന്നെയാണ് പറയുന്നത്. ഒരിക്കലും അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകരുതെന്ന് ഗോപൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഗോപൻ തന്നെയാണ് ഇവിടെയും എതിർത്ത് നിൽക്കുന്നത്. ശരണ്യയുടെ സങ്കടവും വിഷമമൊക്കെ കാണുമ്പോഴേക്കും ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു അലിവൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഗോപനാണ് അതിനൊന്നിനും സമ്മതിക്കാതെ ഇടങ്കോലിട്ട് നിൽക്കുന്നതും. അവസാനം ശരണ്യയുടെ കരച്ചിലും വിഷമമൊക്കെ കണ്ടിട്ട് തന്നെ ശരണ്യയുടെ അമ്മ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. ഗോപൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നുള്ളത് അറിയാമല്ലോ. അവൾ അവിടുത്തെ വേലക്കാരിയാണെങ്കിലും അവൾ ഇങ്ങോട്ടേക്ക് വന്നോണ്ടല്ലേ നീ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതും ഇത്ര അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതും ഒക്കെ. അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറയുന്ന നിനക്ക് എന്ത് വിലയാണ് ഉള്ളത്? നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അവസാനം നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഗോപൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ശരണ്യയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അച്ഛൻ്റെ സമ്മതം മേടിച്ച് ശരണ്യയുടെ അമ്മ പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ശരണ്യയുടെ അമ്മയ്ക്കും നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം ആ വീട്ടുകാർ എങ്ങനെ പ്രതികരിക്കുന്നൊക്കെ ഓർത്തിട്ട് തന്നെ പേടിച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അല്ല ചേച്ചി ജോലി ചെയ്യുന്ന വീട് ഷാജിയേട്ടനെ അറിയാമല്ലോ, നമുക്ക് ഷാജിയേട്ടൻ്റെ ഓട്ടോയിൽ തന്നെ പോകാം. അതാകുമ്പോൾ ആർക്കും സംശയം ഉണ്ടാവില്ല. അമ്മ പോയി ഷാജിയേട്ടനെ ഇനി വിളിച്ചോണ്ട് വാ എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ ശരണ്യയുടെ അമ്മ പോയി ഷാജിയോട് കാര്യം പറഞ്ഞ് ഷാജിയുടെ ഓട്ടോ ഒക്കെ വിളിച്ചോണ്ട് വരികയാണ്. ഇനി ഇവർ ഭയപ്പെടുന്ന പോലെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും ഒരു ധൈര്യത്തിന് ഷാജി കൂടെ ഉള്ളത് നല്ലതാണെന്ന് ശരണ്യയുടെ അമ്മയ്ക്കും തോന്നുകയാണ് കേട്ടോ. ഷാജിയുടെ ഓട്ടോയിൽ തന്നെ തിരികെ വീട്ടിലേക്ക് വരാമല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ പനി പിടിച്ച് കിടക്കുന്ന അലീനയെ കാണാനായിട്ട് ശരണ്യയുടെ അമ്മയും ഷാജിയും കൂടെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ ചെന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ശരണ്യയുടെ അമ്മ ആകെ ചുറ്റും ഒന്നും നോക്കുന്നുണ്ട് കേട്ടോ. നല്ല പേടിയാവുന്നുണ്ട് ശരണ്യയുടെ അമ്മയ്ക്ക്. മടിച്ച് തന്നെയാണ് അവരങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നതും. ഷാജി സിറ്റൗട്ടിലോട്ട് കയറി ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ഈ സമയം ബബിത കിച്ചണിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേട്ടോണ്ട് രോഹിത്താണ് വന്ന് ഡോറ് തുറക്കുന്നത്. രോഹിത്ത് ഡോറ് തുറക്കുമ്പം ആദ്യം തന്നെ കാണുന്നത് ശരണ്യയാണ്. ശരണ്യെ കണ്ടപാടെ രോഹിത്ത് അങ്ങ് ഷോക്കായി നിൽക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് തന്നെ രോഹിത്ത് ആകെ അപ്സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. ശരണ്യ എന്തിനായിരിക്കും ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? കൂടെ അമ്മയും അതുപോലെ ആ ഷാജിച്ചേട്ടനും ഉണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമാവോ? ഇനി എന്തെങ്കിലും കാര്യം സംസാരിക്കാനാണോ വരുന്നത്? അങ്ങനെയൊക്കെ ഓർത്ത് രോഹിത്തിന് നല്ല പേടിയും ആവുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ ശരണ്യനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രോഹിത്ത് അങ്ങനെ നോക്കുന്ന കണ്ടിട്ട് തന്നെ ശരണ്യയുടെ അമ്മയ്ക്കും പേടി വന്നിട്ട് ശരണ്യയുടെ പിന്നിലോട്ട് മാറി നിൽക്കുന്നുണ്ട് ശരണ്യയുടെ അമ്മ. രോഹിത്ത് ശരണ്യനെ തന്നെ ഇങ്ങനെ നോക്കുന്ന കണ്ടുകൊണ്ട് ഷാജി ആണെങ്കിലും ശരണ്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശരണ്യയുടെ മനസ്സിൽ രോഹിത്തിനോട് ഒരു ദേഷ്യമില്ല. അന്ന് ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും തന്നെ ക്രൂരമായി ഉപദ്രവിച്ചപ്പോൾ പോലും രോഹിത്ത് മാറി നിൽക്കുകയല്ലേ ചെയ്തത്. രോഹിത്തിനെ അവർ കെണിയിൽപ്പെടുത്തിയതല്ലേ. അവരുടെ കൂടി എന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ രോഹിത്തിനോട് ഒരു സഹതാപം മാത്രമാണ് തോന്നുന്നത് ശരണ്യയ്ക്ക്. എന്നാൽ രോഹിത്തിന്റെ മനസ്സിൽ നിറയെ കുറ്റബോധം കൊണ്ടാണ് രോഹിത്ത് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത്. തൻ്റെ അനിയത്തിയുടെ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടിയോട് ഞാനും കൂടെ ചേർന്നാണല്ലോ ഇതുപോലൊരു ക്രൂരത കാട്ടിയെന്നൊക്കെ ഓർത്തിട്ട് തന്നെ രോഹിത്ത് ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്.
ഹരി സ്നേഹം നടിച്ച് ചതിച്ചല്ലേ ഇവൾ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ശരണ്യെ ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്ത ഹരിയുടെ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ താനും ഒരു കുറ്റക്കാരൻ തന്നെയാണല്ലോ. ഒരിക്കലും ഹരിയുടെ വാക്ക് കേട്ട് അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു. ശരണ്യോട് ഇതുപോലൊരു ക്രൂരത ചെയ്യാൻ താൻ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ ആ ഒരു കുറ്റബോധത്തിൽ നിൽക്കുകയാണ് രോഹിത്. എന്നിട്ട് ശരണ്യ തന്നെ അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് രോഹിത്തിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. എന്നെ അറിയില്ലേ, ഞാൻ ശരണ്യാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും രോഹിത് സങ്കടം കൊണ്ട് തന്നെ തല കുനിച്ച് തലയാട്ടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അലിന ചേച്ചിയെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അലിന ചേച്ചി പനി പിടിച്ച് കിടപ്പിലാണെന്ന് അറിഞ്ഞു. അലിന ചേച്ചി ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ രോഹിതേട്ടനോട് എനിക്കൊരു ദേഷ്യവുമില്ല. കാരണം രോഹിതേട്ടൻ അന്ന് എന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ഹരിയും ഹരിയുടെ ഫ്രണ്ട്സും അല്ലേ എന്നെ ഉപദ്രവിച്ചത്. അന്ന് അവിടെ വെച്ച് അവർ നിർബന്ധിച്ചെങ്കിലും ചേട്ടൻ എന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ചേട്ടൻ നിരപരാധിയാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞെന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴും രോഹിത്തിന് നല്ല സങ്കടം തന്നെയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബബിതയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത വന്നിട്ട് ഇത് ആരാന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശരണ്യ പറയുന്നുണ്ട്, ഞാൻ ശരണ്യാണ്, ഞാൻ അല്ല ചേച്ചിയെ കാണാൻ വന്നതാ. ഞാൻ അല്ല ചേച്ചി ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ ബബിതയ്ക്കാണെങ്കിലും ശരണ്യയോട് ഒരു അനുകമ്പയും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെണ്ണാണല്ലോ ശരണ്യ. അവളെ ഓരോന്ന് പറഞ്ഞ് ചതിച്ച് മയക്കുമരുന്ന് കുടിപ്പിച്ചല്ലേ ഇവരെല്ലാരും കൂടെ റേപ്പ് ചെയ്തത്. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം തന്നെ ബബിത ഓർത്തിട്ട് ശരണ്യോട് ഒരു പ്രത്യേക അലിവ് കാണിക്കുന്നുണ്ട്. ശരണ്യക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് തന്നെ ശരണ്യയുടെ കാര്യം പറഞ്ഞ് അലീന ബബിതയെ കുറെ ഉപദേശിക്കുകയൊക്കെ ചെയ്തല്ലോ. നാളെ തനിക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായാലെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ ബബിതയ്ക്കും നല്ല പേടിയൊക്കെ ഉണ്ട് മനസ്സിൽ. ശരണ്യയും ശരണ്യയുടെ അമ്മേനെയും അതുപോലെ ഷാജിച്ചേട്ടനെയൊക്കെ അകത്തോട്ട് കയറി ഇരിക്കാൻ പറയുന്നുണ്ട് ബബിത. അകത്തോട്ട് കയറിയിട്ട് ശരണ്യ ചോദിക്കുന്നുണ്ട് ബബിതയോട് അലിന ചേച്ചി എവിടെയാണ് കിടക്കുന്നതെന്ന്. അപ്പോഴേക്കും ബബിത അവരെയും കൂട്ടിക്കൊണ്ട് അലീന കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും രോഹിയേട്ടന് ജാമ്യം കിട്ടിയത് ശരണ്യ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ. ശരണ്യയുടെ മനസ്സിൽ അങ്ങനെ ഒരു അലിവ് തോന്നിയുകൊണ്ടാണല്ലോ രോഹിയേട്ടൻ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മുടെ ബബിതയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ശരണ്യയോടും ശരണ്യയുടെ അമ്മയോടും ഒക്കെ ഭയങ്കര സ്നേഹത്തോടെയും മര്യാദയോടെയാണ് ബബിത പെരുമാറുന്നതും. ഇപ്പോഴും ശരണ്യയുടെ അമ്മയ്ക്ക് ഇതുവരെ ആ ടെൻഷൻ മാറിയിട്ടില്ല. കാരണം ഇപ്പൊ പിള്ളേർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. കാരണവന്മാരാരും ഇതുവരെ അവരങ്ങോട്ടേക്ക് ചെന്നത് അറിഞ്ഞിട്ടില്ലല്ലോ. ഇനി അവരറിയുമ്പം എന്തായിരിക്കും പ്രതികരണം എന്നൊക്കെ ഓർത്തിട്ട് തന്നെ ശരണ്യയുടെ അമ്മ ആകെ ടെൻഷനിലിരിക്കുകയാണ്. അങ്ങനെ ശരണ്യ അലീനയെ കാണുന്നുണ്ട്. അലീനയെ കണ്ടപാടെ ശരണ്യക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. തന്നെ കാണാനായിട്ട് ശരണ്യ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നല്ലോ എന്ന് ഓർക്കുമ്പം അലീനയ്ക്കും ശരണ്യയോട് ഒരുപാട് സ്നേഹമാവുന്നുണ്ട്. അപ്പോൾ ശരണ്യ അലീന ചേച്ചീനെ വിളിച്ചുകൊണ്ട് തന്നെ അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, എടി മോളെ, എനിക്ക് പനിയാ, എന്റെ പനി നിനക്കും പിടിക്കും എന്നിങ്ങനെ പറയാട്ടോ അലീന. ഇത് വൈറൽ ഫീവറാ മോളെ, രോഹിത്തിന്റെ പനിയാ എനിക്ക് കിട്ടിയത്. ഇനി എന്റെ പനി നീ മേടിച്ചോണ്ട് പോകണ്ട എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ടെങ്കിലും സാരമില്ല, അലീന ചേച്ചിയുടെ പനി എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീനയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ശരണ്യ. അപ്പൊ ശരണ്യയുടെയും അലീനയുടെയും ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കണ്ടിട്ട് ബബിതയ്ക്ക് തന്നെ ഭയങ്കര സന്തോഷമായതാണ് കേട്ടോ. അത് കണ്ടിട്ട് ബബിത പറയുന്നുണ്ട്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ശരണ്യയുടെ അമ്മയുടെ മനസ്സിലെ പേടിയൊക്കെ കുറച്ച് മാറുന്നുണ്ട്. കാരണം മക്കളാണെങ്കിലും നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. ഒരു കോടീശ്വരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അവരെങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഓർത്ത് ഭയന്നാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല. കാശുകാരുടെ ഒരു അഹങ്കാരമൊന്നും ഈ വീട്ടിലുള്ളവർക്കില്ല. സാധാരണക്കാരോടും ഒരു മര്യാദയോടെയും അനുകമ്പയോടെയൊക്കെ തന്നെയാണ് പെരുമാറുന്നതെന്നൊക്കെ ഓർത്തിട്ട് വലിയ കുഴപ്പമില്ലായിരിക്കും ഓർത്ത് സമാധാനിച്ചിരിക്കുകയാണ് നമ്മുടെ ശരണ്യയുടെ അമ്മ. എന്തായാലും ശരണ്യ ആഗ്രഹിച്ച പോലെ തന്നെ അലിന ചേച്ചിയെ കാണാനും അലിന ചേച്ചിയുടെ അടുത്ത് കുറേ നേരം ഇരിക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. കൃഷ്ണമോളും ബബിയും ഒക്കെ ആണെങ്കിലും അവരോട് നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീനയ്ക്ക് ഇപ്പോൾ ശരണ്യയും കൂട്ടി ഇപ്പോൾ 4 അനിയത്തിമാരുണ്ട്. അലീന അത് പല പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ രേവതിക്കുട്ടിയെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ശരണ്യമോളെയും കാണുന്നതെന്ന്. അപ്പോൾ ആ ഒരു സ്നേഹം എന്തായാലും ശരണ്യയ്ക്കും തിരിച്ച് അലീനയോടുണ്ട്. അങ്ങനെ കുറച്ചു നേരം കൂടി നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ശരണ്യ അമ്മയുടെ നിന്ന് സമ്മതമൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വൈജയന്തി ഇതൊന്നും അറിയാതെ റൂമിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ശരണ്യ ഇങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കലി തുള്ളി അവിടെ മൊത്തം വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശരണ്യ ഇങ്ങോട്ടേക്ക് വന്ന വിവരം അമ്മ അറിയില്ലെന്നൊക്കെ ഓർത്തോണ്ടിരിക്കുകയാണ് അലീനയും. ബാലചന്ദ്രൻ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്കും ശരണ്യയും ശരണ്യയുടെ അമ്മയൊക്കെ കാണുന്നുണ്ട്. അവരെ കണ്ട് ബാലചന്ദ്രനും ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, ഇവർ അലീന ചേച്ചിയെ കാണാനായിട്ട് വന്നതെന്ന്. അലീന ചേച്ചി പനി പിടിച്ച് കിടപ്പിലായെന്ന് അറിഞ്ഞ് അലീന ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുകയാണെ. ബാലചന്ദ്രനും ശരണ്യയോട് ഒരു അലിവ് മാത്രമേ ഉള്ളൂ. കാരണം ഹരി ഒരുക്കിയ കെണിയിൽ വീണ് ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണല്ലോ. തൻ്റെ മക്കളുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് തന്നെ ബാലചന്ദ്രനും നല്ല വിഷമാവുന്നുണ്ട്. അതിലുപരി തൻ്റെ മകനും ഈ ഒരു പ്ലാനിങ്ങിലൊക്കെ പങ്കാളിയായിരുന്നല്ലോ. എന്നിട്ടും തൻ്റെ മകൻ നിരപരാധിയാണെന്ന് കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞ് രോഹിത്തിന് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തതിൽ ശരണ്യയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ ശരണ്യയോട് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ മോനും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. കാരണം അന്ന് ഹരി ഇങ്ങനൊരു പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ അതിനെ എതിർക്കുകയായിരുന്നു ചെയ്യേണ്ടത്.
അതിന് പകരം ഈ കുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് ഇവനും കൂട്ടു നിൽക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് പോലും ആ പെൺകുട്ടി നൽകിയ ഒരു ഔദാര്യം മാത്രമാണ് തൻ്റെ മകൻ്റെ ജീവിതം എന്നൊക്കെ ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഹരിയും ഹരിയുടെ കൂട്ടുകാരും ആ പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതയൊക്കെ ഓർത്തിട്ട് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. സത്യം പറഞ്ഞ ഇവരെ കണ്ടുപാടെ ബാലചന്ദ്രൻ ആകെ സങ്കടത്തിലാവുകയാണ്. അതിനുശേഷം ബാലചന്ദ്രൻ ശരണ്യയും ശരണ്യയുടെ അമ്മയ്ക്കുമൊക്കെ ഓരോ സമാധാന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞതിൻ്റെ പേരിലെ സമുദായക്കാരും പാർട്ടിക്കാരും നിങ്ങളുടെ അയൽപക്കത്തുള്ളവരും ഒക്കെ നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തിയെന്നും ആക്ഷേപിച്ചെന്നും ഒറ്റപ്പെടുത്തിയെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലൊന്നും വേണ്ട. എന്തിനും ഏതിനും നിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട. പിന്നെ മോള് പഠിക്കാൻ നല്ല മിടുക്കിയാണെന്നൊക്കെ അലീന പറഞ്ഞിരുന്നു. മോൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുണ്ടല്ലേ? മോള് മെഡിസിന് പഠിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ അലീന പറഞ്ഞിരുന്നു. മോള് പഠിക്കണം, പഠിച്ച് നല്ല ഉയരങ്ങളിലേക്ക് എത്തണം. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ഡോക്ടർ ആകണം. മോളെ പരിഹസിക്കുകയും തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തവരുടെ മുമ്പിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുക ചെയ്യേണ്ടത്. അതാ അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ശരണ്യെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മോളുടെ പഠനത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അലീന ശരണ്യെ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. അവളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ നടത്തിയിരിക്കും. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ഞങ്ങളും ഉണ്ടല്ലോ. മോളുടെ പഠനത്തിന് വേണ്ട എല്ലാ സഹായവും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഈ സമയം ശരണ്യയ്ക്കും ശരണ്യയുടെ അമ്മയ്ക്കും ഒക്കെ നല്ല സങ്കടം വരിക കേട്ടോ. ശരണ്യയ്ക്ക് സന്തോഷം കൊണ്ട് തന്നെ കരച്ചിൽ വന്നിട്ട് ഓടിച്ചെന്ന് അലീനയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ മോളെ, മോളെന്തിനാ കരയുന്നത്? ഇത് സന്തോഷമുള്ള കാര്യമല്ലേ. മോള് നന്നായിട്ട് പഠിക്കണം. ബാക്കി ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതൊന്നും മോള് ശ്രദ്ധിക്കണ്ട. മോളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പഠിച്ച് മിടുക്കിയായി നല്ലൊരു ഡോക്ടർ ആവണം. എന്നിട്ട് വേണം മോളെ പരിഹസിച്ചവരുടെ മുമ്പിലൂടെയൊക്കെ മോള് നടന്നു കാണിക്കാൻ. എന്നിട്ട് മോളോട് പുറത്തു പോകരുത്, റൂമിൽ ഒതുങ്ങിക്കൂടി കഴിയണം എന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ മോള് നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അതാ അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്നൊക്കെ പറഞ്ഞ് അലീനയും സമാധാനിപ്പിക്കുകയാണ്. ശരണ്യയുടെ അമ്മയ്ക്കും ബാലചന്ദ്രൻ്റെ വാക്കുകൾ ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു കോടീശ്വരൻ്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവിടെയുള്ളവർ ഇനി എന്തൊക്കെ പറയും എന്നൊക്കെ ഓർത്ത് ഭയന്ന് പറിച്ചാണല്ലോ വന്നത്. എന്തായാലും ആ ഒരു പേടിയൊക്കെ ഇപ്പം മാറിയിട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയിൽ തന്നെയാണ്. പനി മാറിയതിന് ശേഷം ഞാൻ മോളെ അങ്ങോട്ടേക്ക് വന്ന് കാണാമെന്നൊക്കെ അലീന ശരണ്യയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം ശരണ്യയും ശരണ്യയുടെ അമ്മയും ഷാജിയും കൂടെ അവിടുന്ന് സന്തോഷത്തോടെ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം ബബിത എല്ലാവർക്കുള്ള ചായ കിട്ടോടെ ഒന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ കാര്യത്തിൽ അച്ഛൻ ഇതുപോലൊരു നിലപാട് സ്വീകരിച്ചത് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെയുള്ളത് ബാലചന്ദ്രനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പനിയൊക്കെ മാറിയതിന് ശേഷം ശരണ്യയുടെ വീട്ടിലേക്ക് പോകണമെന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അലീനയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വിഷമമായിട്ടുള്ളത് നമ്മുടെ രോഹിത്തിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് രോഹിത്തിനെ ഇനി അവിടെ പഠിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു തീരുമാനം എടുത്ത കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ വന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ബിഷപ്പ് ഹൗസിലേക്ക് ചെന്നിട്ട് ഫാദറിനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നൊക്കെയാണ് അലീന മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അലീനയ്ക്ക് മനസ്സിലൊരു വിശ്വാസമുണ്ട്. അലീന ബിഷപ്പ് ഹൗസിൽ ചെന്നിട്ട് ഫാദറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു തെറ്റുപറ്റി പോയതാണെന്നൊക്കെ പറഞ്ഞ് ഒരു ക്ഷമാപണമൊക്കെ നടത്തി കഴിഞ്ഞാൽ രോഹിത്തിനെ വീണ്ടും അവിടെ പഠിക്കാൻ അനുവദിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. എന്തായാലും പനിയൊക്കെ മാറിയതിന് ശേഷം രോഹിത്തിൻ്റെ കോളേജിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് ഫാദറിനെ കാണാനുള്ള തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ് അലീന. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്